ഡോക്ടറെ അഭിപ്രായത്തിൽ ഇപ്പോൾ സ്വന്തം മക്കൾ നമ്മൾ ഷോപ്പിന് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും, നമ്മളത് വാങ്ങി കൊടുക്കണോ, എവിടെ ലിമിറ്റ് ചെയ്യണം എന്നുള്ളത് ഡോക്ടറെ അഭിപ്രായം എന്താ? ഇത് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആശയമാണ്. ഞാൻ ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞുതരാം. ഈ മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിലൊരു വലിയ ബിസിനസ്മാന് അയാളുടെ +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് കടന്ന മോന് ഒരു ഡിഫൻഡറോ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ വെർഷനോ കാറ് വാങ്ങിക്കൊടുത്തു. ഈ കുട്ടി ശരിക്കും അതുപോലെ അവന് ഒരു ബുഗാട്ടി, മറ്റേ മുന്തിയ ബൈക്കല്ലേ, എത്ര 9 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ വിലയുള്ള വലിയ ബൈക്ക് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഒരു +2 ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓന് ഉപയോഗിക്കേണ്ട കാറോ ഓന് ഉപയോഗിക്കേണ്ട വണ്ടിയല്ലത്. ഇതിന് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ആണ് വലിയൊരു സിനിമാ നടൻ്റെ മകനെ വലിയ കഞ്ചാവ് കേസിൽ പിടിച്ചത്. അപ്പോൾ ഓനും ഇവനൊക്കെ അനുഭവിക്കാൻ പോണ പ്രശ്നം സെയിമാണ്. അതായത് ഇവന് ജീവിതത്തിൽ എന്താണ് പറയുക, ഏറ്റവും വലിയ കാറ് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു, ഏറ്റവും വലിയ വീട് ഇവൻ അനുഭവിച്ചു കഴിഞ്ഞു, ഏറ്റവും നല്ല ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവന് ഇനി ഒന്നും നേടാനോ അനുഭവിക്കാനോ ഇല്ലാത്ത, രാവിലെ എണീച്ചിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു മനുഷ്യനായി, ലക്ഷ്യബോധമില്ലാത്തൊരു മനുഷ്യനായി മാറാം. അപ്പോൾ ഓന് രാവിലെ ബെഡിൽ നിന്ന് എണീക്കണമെങ്കിൽ 2 അടിക്കേണ്ടി വരുന്ന കോലം വരെയാണ്. അപ്പോൾ ഈ മക്കൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുകയും അതുപോലെ നമ്മുടെ സമ്പത്തൊക്കെ അവർക്ക് ബാക്കിയാക്കി പോവുകയും ചെയ്തു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു ഹാജിയാരുണ്ട്. ഈ ഹാജിയാർ, നമ്മൾ അയാളെക്കുറിച്ച് പറയൽ തന്നെ, അയാളുടെ ഭൂമിയിലൂടെ അല്ലാതെ നടന്നിട്ടില്ല എന്നാണ്, അത്രയും പൈസക്കാരനാണ്. അപ്പോൾ അയാളെ മക്കൾ ആ ഭൂമിയിൽ എന്തായാലും വരെ വിറ്റ് തിന്ന് അറിഞ്ഞില്ലേ, വിറ്റ് തിന്ന് ജീവിച്ചു. മക്കൾ വിറ്റ് തിന്ന് ജീവിച്ചു. അപ്പം അത്രയും ജനറേഷൻ അവിടെ ഉണ്ടായിട്ട് 1, 2, 3 ജനറേഷൻ കടന്നു പോയിട്ടും സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ വലിയൊരു ലീഡറോ ഒരു സോഷ്യൽ റെവല്യൂഷനോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറെങ്കിലും ആ കുടുംബത്തിന് എന്ത് ചെയ്തിട്ടില്ല, വളർന്നു വന്നിട്ടില്ല. എന്നാലോ അത് കുത്തഴിഞ്ഞ് ഒന്നും ഈ മലർന്ന് കടന്ന് തിന്നാന പരിപാടി ഉണ്ടല്ലോ, കുത്തഴിഞ്ഞ് കുറേ ആൾ കള്ളുകൂടിയന്മാരായി, കുറേ ആൾ പെണ്ണുകൂടിയന്മാരായി, കുറേ ആൾ കഞ്ചാവിലേക്ക് പോയി, കുറേ ആൾ മറ്റതിലേക്ക് പോയി. അങ്ങനെ ഒരു സാമൂഹികമായിട്ട് അവർ കൺസ്ട്രക്റ്റീവായിട്ട് വളർന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മിനിമൽ ഫെസിലിറ്റി, മിനിമൽ എന്താണ് പറയുക, പൊസഷൻസ് അങ്ങനെ ഉണ്ടല്ലോ, കാറ്, മറ്റത് സാധനങ്ങൾ, ഓരോ പ്രായത്തിലും ദേ ഷുഡ് ഏൺ ദെയർ തിങ്സ്. അപ്പം അവൻ ആദ്യമായിട്ട് വാങ്ങുന്ന സൈക്കിള് അവൻ 12ാം വയസ്സിന് ശേഷം അവനൊരു കടയിൽ നിൽക്കാൻ പോയിട്ട്, അതിനാണല്ലോ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഗുജറാത്തിലെ ഒരു ഡയമണ്ട് മെർച്ചൻ്റ് എന്തിനാ അയാളുടെ കുട്ടിയെ പാത്രം കഴുകാൻ കേരളത്തിൽ കൊണ്ടാക്കിയത്? ഓന് ബുഗാട്ടിയാണ് വാങ്ങിക്കൊടുത്താൽ പോരേനെയോ, ഓന് ഡിഫൻഡർ വാങ്ങിക്കൊടുത്താൽ പോരേനെയോ? അപ്പോൾ ഓൻ ആ കടയിൽ ജോലി ചെയ്തിട്ട് അവന് 1000 രൂപ ഡെയിലി കൂലി കിട്ടിയിട്ട്, അല്ലെങ്കിൽ 800 കൂലി കിട്ടിയിട്ട് അത് ഒരു കൂട്ടിയിട്ട് ഓൻ 24,000ൻ്റെ സൈക്കിൾ വാങ്ങണം. അതേ അവന് ഡോപ്പമൈൻ കൊടുക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ അവൻ ആ ഡോപ്പമൈന് വേറെ ഒന്നിനെയും കവർ ചെയ്യാൻ കഴിയില്ല, അത്രയും ടോപ്പ് സാധനമാണത്. അവൻ ജോലി ചെയ്തിട്ട് 50,000 1 ലക്ഷം സാലറി വാങ്ങിയിട്ട് വേണം